ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്പൊ ഇന്ന് ലാലേട്ടൻ വരുന്ന ദിവസമാണ്. ലാലേട്ടൻ വരുമ്പോൾ രതീഷിന് എന്ത് പണി കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. രതീഷ് വന്ന ദിവസം മുതൽ ഉണ്ടായ പ്രശ്നമാണ് ജാൻമണി ആയിട്ടുള്ളത്. ആ പ്രശ്നം തന്നെയാണ് ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്നത്. ജാൻമണി തന്നെ കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമല്ലെന്ന് പറയുകയും ഇനി ഉമ്മ വച്ചാലോ എന്ന് പേടിയാന്ന് പറയുകയും അതുപോലെ തന്നെ വീട്ടുകാർ കണ്ടു കഴിഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന രതീഷ് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ കണ്ടിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം സുരേഷ് അതുപോലൊരു പണി തിരിച്ച് രതീഷിന് കൊടുക്കുകയുണ്ടായി. തന്നെ ഇനി രതീഷ് കെട്ടിപ്പിടിക്കാൻ പാടില്ലെന്നും തനിക്ക് ഒരുപാട് കിസ് തന്നോന്നും അതൊക്കെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള രീതിയിലാണ് സുരേഷ് രതീഷിന് പണി കൊടുത്തത്. ജയിൽ നോമിനേഷന്റെ സമയത്ത് രതീഷ് ഇരട്ടത്താപ്പുകാരനാണെന്നൊക്കെ പറഞ്ഞാണ് അർജുൻ രതീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത്. ജാൻമണിയുടെ കേസിൽ രതീഷ് സെക്ഷൽ ഹരാസ്മെന്റ് ആണെന്ന് പറയുകയും എന്നാൽ സുരേഷിന്റെ ഇതിൽ വന്നപ്പോൾ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരട്ടത്താപ്പാണ് രതീഷ് എന്നുള്ള രീതിയിലാണ് അർജുൻ രതീഷിനെ നോമിനേറ്റ് ചെയ്തത്. സെക്ഷൽ ഹരാസ്മെന്റ് എന്നുള്ള വേർഡ് താൻ പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞാണ് രതീഷ് പിന്നെ കിടന്ന് ബഹളം വെച്ചത്. പിന്നീട് വന്ന സിജോയും ഇത് ഏറ്റുപിടിക്കുകയും വീണ്ടും രതീഷും അതുപോലെ തന്നെ സുരേഷും തമ്മിൽ വളരെയധികം വഴക്കും കാര്യങ്ങളും ഉണ്ടായി. കഴിഞ്ഞ് വന്ന അൻസിബയും രതീഷിനെ തന്നെ പറയുകയാണ് ഉണ്ടായത്. അൻസിബയും ചിൻഡോയും റൂമിൽ ഇരുന്നപ്പോൾ രതീഷ് അൻസിബോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരേഷിന് ഒരു പെണ്ണിന്റെ മനസ്സാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതാണ് ഞാൻ അയാളെ കെട്ടിപ്പിടിച്ചത്, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കില്ലായിരുന്നു, പുള്ളി ഒരു പെണ്ണിന്റെ മനസ്സാണെന്നൊക്കെയുള്ള രീതിയിൽ രതീഷ് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുള്ളി എന്നെ ഒരു സെസ് നോട്ടമൊക്കെ നോക്കി എന്നൊക്കെയുള്ള രീതിയിലാണ് രതീഷ് അവിടെ പറഞ്ഞത്. ഇത് അൻസിബ വന്ന് പറയുകയും അൻസിബ് പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു ഗേ എന്നുള്ള രീതിയിൽ ഐഡന്റിറ്റി മാറ്റുകയാണ് ശരിക്കും ചെയ്തത് സുരേഷ് ഏട്ടൻ്റെതൊക്കെയുള്ള രീതിയിൽ അൻസിബ അവിടെ സംസാരിക്കും. അങ്ങനെ രതീഷിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു. അങ്ങനെ അവിടെ ആ പ്രശ്നം വളരെയധികം ആളിക്കത്തി. പിന്നെ രതീഷും സുരേഷും വീണ്ടും വഴക്കുണ്ടാവുകയും വളരെയധികം ബാഡ് വേർഡ്സ് ഒക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. മൊത്തം മ്യൂട്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. തന്റെ കമ്മ്യൂണിറ്റിനെയാണ് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ജാൻമണിയും പ്രശ്നം ഉണ്ടാക്കി. പുള്ളിക്കാരൻ പറഞ്ഞത് പെണ്ണിന്റെ മനസ്സാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ വേർഡ് പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്നതായിട്ട് കേട്ടില്ല. പക്ഷെ ഒരാളുടെ ഐഡന്റിറ്റി മാറ്റി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അപ്പൊ എന്തായാലും പ്രശ്നം വളരെയധികം രൂക്ഷമായിരിക്കുകയാണ്. രതീഷിന് ഓൾറെഡി വന്നതിന് ശേഷം വാണിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന്. അതിനുശേഷം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് രതീഷിനെ സിജോയിനെ വിളിച്ചു. രതീഷ് കരഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു നിങ്ങളുടെ നാടകമൊന്നും എനിക്ക് കാണണ്ട എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സംസാരിച്ചു. അതിനുശേഷം സിജോ പറയാൻ നേരത്തും പറഞ്ഞു എന്താണ് പ്രശ്നം, ആളി കത്തിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രശ്നം ഇനി ബിഗ് ബോസ് നോക്കിക്കോളാം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഇവരെല്ലാവരും കിടന്ന് ബഹളം വെച്ചപ്പോൾ ഇവരോട് പറയുന്നുണ്ടായിരുന്നു ഇത് ചന്തയൊന്നും അല്ല ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാനെന്നുള്ള രീതിയിലും കലബല കേൾപ്പിക്കാനായിട്ട് നമ്മളെപ്പോലെ തന്നെ ബിഗ് ബോസ് ഇറിറ്റേറ്റ് ആയി തന്നെ വേണം പറയാനായിട്ട്. എല്ലാവരോടും ഇറങ്ങി പൊക്കളം വരെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ വരുമ്പോഴാണ് അപ്പോൾ ഈ പ്രശ്നം സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും രതീഷിന് ഒരു വാണിംഗ് ആയിരിക്കും കൊടുക്കാൻ സാധ്യത. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.